നമസ്കാരം. വൃക്കരോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന്റെ സഹായത്തോടെ മാത്രം ജീവിതം കഷ്ടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നവർ. ഇങ്ങനെയുള്ളവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഏക പോംവഴി. എന്നാൽ ഭീമമായ ചികിത്സാ ചെലവും അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്താത്തതും വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു അത്ഭുത പരമ്പരാഗത വൈദ്യനെ പരിചയപ്പെടുത്താം. ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബംഗളൂരുവിൽ KR പുരത്ത് നടത്തുന്ന ക്ലിനിക്കിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഇപ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞു. രാവിലെ 11 മണിക്കാണ് ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം തൊട്ട് വരുന്ന രോഗികളാണ്. രാത്രി 8 മണിയായിട്ടും രോഗികളുടെ പ്രവാഹം നിലച്ചിട്ടില്ല. ദിവസേന 150 മുതൽ 200 രോഗികളെ വരെ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വൃക്കരോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ഇവിടെ എത്തിയ അനേകർക്ക് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പരമ്പരാഗത വൈദ്യന്റെ ചികിത്സാ രീതിയെ പറ്റിയും ഒപ്പം അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കിയ രോഗികളുടെ അനുഭവവും നമ്മൾക്കൊന്ന് കേൾക്കാം. ഇരുവൃക്കകളും തകരാറിലായവർക്ക് കിഡ്നി മാറ്റിവെക്കലല്ലാതെ എന്താണ് സർ ചികിത്സ? കിഡ്നി ഫെയിലൂർ അയച്ച டிரான்ஸ்பிளான்டேஷன் ஒன்றே ஆப்ஷன் இல்லை. நாட்டு மருந்து ஆயுர்வேத மருந்தில் நிறைய மருந்து நல்ல மருந்து கிடைக்கிறது. எந்த கிட்ட கூட 15 இருக்கா கிரியேட்டினு, 18 இருக்கா கிரியேட்டினு, 10 இருக்கா கிரியேட்டினு நான் மெடிசன் கொடுக்குறேன். அது ஒன்றும் பிரச்சனை இல்லை. ഡയാലിസിസ് ഒന്നേ ഇല്ല സാൽവേഷൻ, ട്രാൻസ്പ്ലാന്റ് ഒന്നേ ഇല്ല സാൽവേഷൻ. ഇത് നാഗരത്ന. ഇത് അവരുടെ ഭർത്താവാണ്. നാഗരത്നയ്ക്ക് 39 വയസ്സാണ്. 2 മക്കളുണ്ട്. 2022 2 കിഡ്നി ഫെയിലിയറായി ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത്. പല ഹോസ്പിറ്റൽസിൽ പോയി ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കാശ് മുടക്കേണ്ടി വന്നു. ആഴ്ചയിൽ 2-3 വട്ടം ഡയാലിസിസ് ചെയ്യണമായിരുന്നു. അതിന്റെ പാടുകളാണ് ഈ കയ്യിൽ അവശേഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാശൊക്കെ ചെലവാക്കിയിട്ടും അതിനൊരു റിസൾട്ട് കിട്ടിയില്ല. അപ്പോഴാണ് ഡോക്ടർ ശിവകുമാറിനെ കുറിച്ച് കേട്ടത്. അവര് ഡോക്ടറിനെ പോയി കണ്ടു. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നടന്നത് ഒരു അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. ഡയാലിസിസ് നിർത്തി ഇപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം ഏകദേശം 90% ഓക്കെ ആയിട്ടുണ്ട്. ഡോക്ടർ ദൈവം പോലെയാണെന്നാണ് ഈ കുടുംബം പറയുന്നത്. അവർക്കുണ്ടായ അനുഭവം നിങ്ങളൊന്ന് കേൾക്കൂ. பெங்களூர் போய் செக் பண்ணிட்டு 2 கிட்னி ஃபெயிலியர் 75% போயிடுச்சுட்டார். இதுக்கு 25% தான், ஒன்னும் செய்ய முடியாது, கிட்னி டிரான்ஸ்லேஷன் பண்ணணும். ஆனா இது அர்ஜென்ட் பண்ண முடியுது. ஒரு 3-4 மாசம் கொஞ்சம் பாடி கிளியர் பண்ணிட்டு தான் அப்புறமா தான் கிட்னி டிரான்ஸ்லேஷன் பண்ணணும்னு சொல்லிட்டு அப்ப இருந்து டயாலிசிஸ் ஸ்டார்ட் பண்ணிட்டாரு. டெய்லி வாரத்துக்கு 3 நாள் டயாலிசிஸ். எனக்கு வீட்டுல என் ரிலேஷனே சரி விடுறேன், என்ன ஆயிடுச்சு, இருக்கிற நாள் இருக்கட்டும், ஏதோ நல்லா சாப்பாடு கொடுக்கட்டும், என்ன சாப்பிடு சொல்லு, இருக்கிற நாள் இருக்கட்டும், அப்புறமா என்னென்ன ஆயிட்டு போட்டோம்னு சொல்லிட்டு இருந்தாரு. ஆனா அந்த அளவுக்கு விடல. ஏதோ கடவுள் புண்ணியத்துல இவரு கடிச்சது பின்னாடி இந்த மெடிசன் சாப்பிட்டுட்டு இருக்கும்போது இத கிளாரிட்டி வந்துருச்சு. ஆனா 90% என் கியூர் சார். இது மாதிரி இருந்தா நெக்ஸ்ட் இன்னொரு மந்த்ஸ்ல